രചന മാധവൻ കുന്നത്തർ. സംവിധാനം അശോക് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ശങ്കരക്കുറുപ്പ് കൊല്ലേരി ശിവരാമൻ, രാമചന്ദ്രൻ KT അഷ്റഫ്, അനൂപ് റോഷൻ ബിജ്ലി, ഗോപിനാഥ് മേനോൻ എൻ പ്രദീപൻ, മീനാക്ഷി ബിന്ദു പുതുപ്പണം, ഗീത PG ഇന്ദിര, അമ്മിണി AP ഹഫ്സത്ത്, രേഖ AM വനജ. ശിക്ഷ ആദ്യ ഭാഗം. രേഖയ്ക്ക് ഇനി എന്താണ് അറിയേണ്ടത്? അന്നത്തെ ഒരു പ്രത്യേക ചുറ്റുപാടിൽ പ്രതാപേട്ടനുമായി പിണങ്ങി കുടുംബത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി. ശരിയാണ്. ആ ഒരൊറ്റ കാരണത്താൽ ഞാനവിടെ തിരിച്ചു ചെല്ലാൻ പാടില്ലെന്ന് ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ കുറുപ്പ് സാറേ? നിങ്ങളുമായൊരു വാഗ്വാദത്തിന് ഞാനിപ്പോ തയ്യാറല്ല. അതിന്റെ ആവശ്യവുമില്ല. എന്തുകൊണ്ട്? ഒരർത്ഥത്തിൽ ആ വസ്തുവകകളെല്ലാം എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? എന്റെ കുറെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ആ ഔട്ട് ഹൌസ്, ദാറ്റ് മീൻസ് പത്തായപ്പുര മാത്രമല്ലേ ചോദിച്ചുള്ളൂ. എന്റെ പേരിൽ വിദേശങ്ങളിൽ നിന്നും മറ്റും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യാൻ മാത്രം. ചരക്കുകൾ ഇറക്കി വെക്കാനൊരു ഗോഡൌൺ അല്ലേ? ഡമറേജ് കൂടുകയേ ഉള്ളൂ. ആ വീട് മേനോന് വാടകയ്ക്ക് കൊടുത്തു തന്നെ തെറ്റായിപ്പോയി. ആ മേനോൻ അവിടെ താമസിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമില്ല. അദ്ദേഹം ഇന്ന് എന്റെ ബിസിനസ് പാർട്ണർ കൂടിയാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ ഇറക്കി വിട്ടേനെ. അർഹതയില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി തർക്കിക്കാൻ എന്തിനാ സമയം പാഴാക്കുന്നത്? ഇപ്പൊ പോകൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു കാര്യത്തിനിറങ്ങി തിരിച്ചാൽ അത് സാധിക്കുന്നതിൽ എനിക്ക് നിർബന്ധ ബുദ്ധിയാണ്. നിയമപരമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് മുമ്പ് നേരിട്ട് സംസാരിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതാണല്ലോ നല്ലത്. വന്നത് നന്നായി. ഇങ്ങനൊരു അവകാശി പുറത്ത് കാത്തു നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. പെട്ടെന്നൊരു മറുപടി തരാൻ ഏതായാലും വയ്യ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ടതുണ്ട്. അമ്മിണി വന്നല്ലോ. അമ്മാവൻ പുറപ്പെട്ടു കഴിഞ്ഞില്ലേ? മറ്റുള്ളവരെല്ലാം വായനശാലയിൽ കാത്തു നിൽക്കുക. പോവായി മോളെ, നീ വരാൻ വേണ്ടിയാ ഇത്രയും നേരം കാത്തു നിന്നത്. പിന്നെ അകത്ത് ഒരതിഥി ഇരിപ്പുണ്ട്. നിന്നെ അന്വേഷിച്ചു. ചെല്ല ഞാൻ ഉടനെ പോയി വരാം. ശരി. പോണ വഴിയിൽ ഡോക്ടറെ കാണാൻ മറക്കണ്ട. വല്ല ആരാ ഈ അതിഥി? ഹലോ അമ്മിണി. ഹലോ. ഡു യു റിമെമ്പർ മീ? അറിയുമോ? രേഖ കൊച്ചുമേ മറക്കാനൊക്കുവോ? പ്രായം തോറ്റു മാറി നിൽക്കല്ലേ. തടി ഇത്തിരി കൂടിപ്പോയെങ്കിലും ഭംഗിക്കൊരു കുറവില്ല. മുടി ബോബ് ചെയ്തത് തന്നെ നന്നായത്. അമ്മിണി എന്നെ പുകഴ്ത്തുകയല്ലെന്നറിയാം. ബട്ട് അമ്മിണി ക്ഷീണിച്ചിരിക്കുന്നു. വെള്ളവും വളവും കുറഞ്ഞ ഏത് തടിയും ക്ഷീണിക്കില്ലേ കൊച്ചമ്മേ? പിന്നെ എന്താ ഈ വഴിക്കൊക്കെ? നിങ്ങളെയൊക്കെ കാണാൻ തന്നെ. നാലകത്ത് തറവാട് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അമ്മിണിക്കറിയാമല്ലോ. അതെങ്ങനെ? നിനക്ക് സംശയമാണോ? എങ്ങനെ സംശയിക്കാതിരിക്കും? ആരെങ്കിലും രേഖാപരമായി അവകാശപ്പെടുത്തി തന്നിട്ടുണ്ടോ? നാലകത്ത് പ്രതാപചന്ദ്രന്റെ ഭാര്യയാണ് ഞാൻ. ഭാര്യയായിരുന്നു എന്നത് ശരി. പക്ഷെ ഇപ്പോ രേഖ പ്രതാപ് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ രേഖ ജോൺസൺ എന്ന പേരിൽ അറിയപ്പെടുന്നതാരാ? അതെല്ലാം നുണക്കഥകളാണ്. ലാഭം കിട്ടുമെങ്കിൽ ആർക്ക് എന്തെല്ലാം കഥകൾ മെനഞ്ഞെടുക്കാം. നാലകത്ത് കുടുംബവും സമ്പാദ്യങ്ങളും നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രതാപൻ സാറിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഓടിപ്പോകുമായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ബന്ധം അറ്റുപോകുന്നില്ല. അത് നിങ്ങളുടെ ന്യായം. പ്രതാപൻ സാറിനെ സ്നേഹിക്കുവാനോ അനുസരിക്കാനോ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങൾ വരുത്തിവെച്ച അപമാനം സഹിക്കാൻ കഴിയാതെയല്ലേ അങ്ങേരും കുഞ്ഞും ജീവൻ ഒടുക്കിയത്. ആ ദുരന്തം അറിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ ആ കുടുംബത്തേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങളെല്ലാം കരുതി. പത്രത്തിൽ പരസ്യപ്പെടുത്തി, വന്നില്ല.
അപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു. അതെ, പുതിയ കണവനോടൊപ്പം ഊരു ചുറ്റുകയായിരുന്നു. ഈ കഥകളെല്ലാം ഇവിടെ ആരും അറിഞ്ഞില്ലെന്ന് ധരിക്കേണ്ട. അങ്ങനെ ഒരു കഥ പടച്ചുണ്ടാക്കിയാൽ നാലകം നിനക്ക് സ്വന്തമായി കിട്ടുമെന്നാണോ? ഇപ്പോ അതെന്റെ സ്വന്തമാണ്. എന്നെങ്കിലും അതിനുടമകൾ തിരിച്ചെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ നാലകത്തിന്റെ സൂക്ഷിപ്പുകാരി ഞാൻ തന്നെ. അങ്ങനെയാണോ? എങ്കിൽ ശരി, നമുക്ക് കാണാം. കാണാം. നാലകത്ത് ഞാൻ തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ. അന്നും ഇതേ വാശിയോടെ നീ ഇവിടെ ഉണ്ടാവണം, എന്നെ എതിർക്കാൻ. എല്ലാം ഇട്ടെറിഞ്ഞു പോകാനും തോന്നുമ്പോ കയറി കിടക്കാനും നാലകം ഒരു സത്രമൊന്നുമല്ല. വന്നിരിക്കുന്നു അവകാശം ഉറപ്പിക്കാൻ. കളം വിട്ടിട്ട് 10 വർഷമായി. കളി തുടരാൻ വേണ്ടി തിരിച്ചു വന്നതാണെങ്കിലോ ചേച്ചി? ഓ, മീനാക്ഷിയോ? ആ മേഡ ഇവിടേക്കുള്ള വഴി കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു. എന്നെ പിടിച്ച് അവരുടെ കാറിൽ കയറ്റി. മേഡ ഓഫീസ് റൂമിലേക്കും മീനാക്ഷി അടുക്കളയിലേക്കും പോയി. ചേച്ചി അവിടെയൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ആ, പൂച്ചക്ക് പൊഞ്ഞെടുക്കുന്നിടത്ത് എന്ത് കാര്യം. എന്നാലും കുറുപ്പ് സാറും ചേച്ചിയും മേഡത്തിനോട് പറഞ്ഞതൊക്കെ ഞാനും കേട്ടു. ആ സ്ത്രീ പറയുന്നത് ന്യായമാണെന്ന് മീനാക്ഷിക്ക് തോന്നുന്നുണ്ടോ? അതിലെന്ത് ന്യായമ്മ ചേച്ചി? കെട്ടിയവനെ ഉപേക്ഷിച്ച് ആ ജോണച്ചനോട് പൊളിച്ചോടി പോയതല്ലേ? തനിക്കൊരു കെട്ടിയവനും കുഞ്ഞും ഉണ്ടെന്ന കാര്യം പുതിയ പൊറുതിക്കിറങ്ങിയപ്പോ അവരോർത്തോ? അല്ല, വലിയവരുടെ കളിയല്ലേ. അതിലീ വേലക്കാരിക്ക് എന്താ കാര്യം അല്ലേ ചേച്ചി? ഇപ്പൊ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുക. അന്നു മുതലേ പ്രതാപേട്ടനോടൊത്ത് തന്റെ കുഞ്ഞിനെയും നോക്കി നാലകത്ത് തന്നെ കഴിഞ്ഞിരുന്നെങ്കിലോ? പ്രതാപചന്ദ്ര സാർ മരിക്കത്തുമില്ല, ആ കുഞ്ഞ് ജീവിക്കുമായിരുന്നു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി, ഈ വേലക്കാരുടെ ഒരു സംശയമാണേ. ആ മേനോൻ സാറും ഇതിന്റെ പിന്നിൽ കളിക്കുന്നില്ലേ? നാലകവും സ്വത്തുക്കളും വെറുതെ കിട്ടുമെങ്കിൽ ആരെ ഒഴിവാക്കുക? പോരാത്തതിന് അവരിപ്പം പങ്ക് കച്ചവടക്കാരും അല്ലേ. അവർക്ക് ഇരുവർക്കും കള്ളക്കടത്ത് ബിസിനസ്സാണെന്നാ ജനസംസാരം. അല്ലെങ്കിൽ പിന്നെ മേനോൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ കോടീശ്വരനായി? അന്നേ ഞാൻ പറഞ്ഞതാ മേനോന് നാലകം വാടകയ്ക്ക് കൊടുക്കണ്ട എന്ന്. അമ്മ കേട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ, എന്തോ കളിയുണ്ടെന്ന്. ആ, ഞാൻ വരട്ടെ ചേച്ചി. വേലക്കാരിക്ക് ഇത് എന്താ കാര്യം? ചേച്ചി, അതാ നോക്ക്, ഒരു ചെറുപ്പക്കാരൻ അതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഈ വടക്കേ പുറത്തൂടെ അങ്ങോട്ട് പോയേക്കാം. ശരി, മീനാക്ഷി പോയിക്കോളൂ. ആഹാ, മോനെ അനു, വാ, കയറി വാ. എന്റെ കത്ത് കിട്ടിയോ ചേച്ചി? കിട്ടി. മോൻ വരുന്ന വഴിയാണോ? അല്ല, ഇന്നലെ എത്തി. യാത്രാക്ഷീണം കാരണം രാത്രി മുഴുവൻ തളർന്നങ്ങ് കിടന്നു. മോന് കുടിക്കാൻ എന്താ വേണ്ടേ? ഇപ്പോഴൊന്നും വേണ്ട, നിർബന്ധിച്ചിരുത്തി കുറെ തീറ്റിച്ചിട്ട് അമ്മ വിട്ടത്. ഇനി എന്നാ മടങ്ങണത്? അമ്മയുടെ സ്ഥിതി ഓർക്കുമ്പോ പോകാൻ തോന്നണില്ല ചേച്ചി. പോവാതിരുന്നാ പറ്റുമോ? പരീക്ഷ എടുത്തിരിക്കുകയല്ലേ. ഡിഗ്രി എടുത്തു കഴിഞ്ഞാ അത്രയെങ്കിലും സമാധാനിക്കാലോ. ശരിയാണ്. അങ്ങ് അകലെ നഗരത്തിലേതോ കോണിൽ ബിരുദങ്ങൾ വാരാനുള്ള യജ്ഞത്തിലായിരുന്നു ഞാൻ. പ്രിയപ്പെട്ട അമ്മയും അച്ഛനെയും ഒരു നോക്ക് കാണാൻ, അവരുടെ വാത്സല്യം നുണയാൻ, അച്ഛന്റെ സ്നേഹത്തോടെയുള്ള ഒരു വിളിയെങ്കിലും പ്രതീക്ഷിച്ചു. നിറഞ്ഞ കണ്ണുമായി നിൽക്കുന്ന അമ്മയെ കണ്ടു മടങ്ങണം. മോൻ വിഷമിക്കാതിരിക്കൂ, എല്ലാം മാറും. ഒന്നും മാറില്ല. അച്ഛന്റെ മനസ്സ് മാറ്റാൻ ആർക്കും ആവില്ല. അമ്മയെ കണ്ണീര് കുടിപ്പിക്കുക അച്ഛനൊരു ഹോബിയാണ്. പഴയതുപോലെ അമ്മ ഭ്രാന്തിയായി തീരുമോ എന്നാണ് എന്റെ ഭയം. അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ അച്ഛനെ ക്രൂരത കാട്ടുന്നത്? അനുമ ഞാൻ പറയുന്ന കേക്കൂ. മോൻ തന്റെ ഇടത്തോടെ നിൽക്കണം. മോൻ തളർന്നാൽ അമ്മ തളരും. ആർക്കു വേണ്ടാതായാലും നിനക്ക് അമ്മയെ വേണ്ടേ? ഇവിടെ വരുമ്പോ ചേച്ചിയുടെ ഈ സ്നേഹവും ഉപദേശവുമാണ് എന്റെ കരുത്ത്. കുട്ടി, നിന്നെ കണ്ടതോടെയാണ് പ്രസവിക്കാതെ തന്നെ ഒരമ്മയാവാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമായത്. ആരുമില്ലാത്ത ഈ ചേച്ചിക്ക് ഇത്തിരി ആശ്വാസം നീയാണ്. കാത്തിരിക്കാൻ ഇവിടെ മറ്റൊരമ്മ കൂടിയുണ്ടെന്ന കാര്യം എന്റെ മോൻ മറക്കരുത്. ഇല്ല, മറക്കില്ല. ഈ സ്നേഹം എന്നും എനിക്ക് ആവേശമായിരിക്കും. ഹോസ്റ്റലിലും ഇതുപോലെ എന്നെ നേർവഴിക്ക് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ചേച്ചി, കോളേജ് ജീവിതത്തിനിടയിൽ വഴിപഴിച്ചു പോയേക്കാമായിരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരു ദൈവദൂതനെ പോലെ അദ്ദേഹം എന്റെ മുമ്പിലെത്തും.
നല്ലതും ചീത്തയും വേർതിരിച്ച് കാട്ടിത്തരും. രാമുവേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്നോ ചീത്തയായി പോകുമായിരുന്നു. രാമുവേട്ടനോ? ആരായാണ്? ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ ഒഴിഞ്ഞു മാറിക്കളയും. എന്തിനിതൊക്കെ അറിയണം, നമുക്ക് സംസാരിക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചു ചോദിക്കും. പിന്നെ അങ്ങേർക്ക് ഇവിടെയും നല്ല പരിചയമാണെന്ന് തോന്നുന്നു. രാമുവേട്ടൻ മുഴുവൻ പേരറിയാമോ? അയ്യോ, അതും അറിയില്ല. ഇനി അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങോട്ട് ക്ഷണിക്കണം. പലപ്പോഴും ക്ഷണിച്ചിരുന്നു. ഓ, മറ്റൊരിക്കൽ വരാം എന്ന് മാത്രം പറയും. നിന്റെ ആ നല്ല സുഹൃത്തിനെ പറ്റി കേട്ടപ്പോ എന്തോ ഒരു വൈകാരിക അടുപ്പമുള്ളതുപോലെ. എന്താ ചേച്ചി അങ്ങനെ തോന്നാൻ കാര്യം? അതെ, നാം എല്ലാം അണിനിരന്നിട്ടുള്ള ഈ നാടകത്തിലെ മുഖ്യ കഥാപാത്രം ഇനിയും രംഗത്തെത്തിയിട്ടില്ലാത്ത ഒരു രാമേട്ടനാണ്. ഈ കഥ മുഴുമിപ്പിക്കാൻ അദ്ദേഹം വന്നേ പറ്റൂ. ഓ, എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ ആകുന്നു. അമ്മ ഈയിടെ പ്രസിദ്ധീകരിച്ച കഥയിലെ നായകനും ഒരു രാമേട്ടനാണ്. ഇപ്പോഴത്തെ ചേച്ചിയും പറയുന്നു എത്തിച്ചേരാനിരിക്കുന്ന ഒരു രാമേട്ടനെ പറ്റി. വഴിമധ്യേ എന്റെ ജീവിതത്തിലും ഒരു രാമേട്ടൻ കടന്നു വന്നിരിക്കുന്നു. ആരാണ് അയാൾ? ഗീതേ, ഗീതേ, എവിടെ പോയിരിക്കുക? വിളിച്ചാലും പറഞ്ഞാലും കേൾക്കാതെ. ഞാൻ അനുവിന് കാപ്പി എടുത്തു കൊടുക്കുകയായിരുന്നു. ഒരു ജോഡി ഡ്രസ് എടുത്ത് ആ സൂട്ട് കേസിൽ ഒതുക്കി വെക്ക്. വേഗം. ഇപ്പോ തന്നെ 8 മണി കഴിഞ്ഞിരിക്കുക. അല്ല, എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? അറിഞ്ഞിട്ട് എന്ത് വേണം? അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഏൽപ്പിക്കുന്ന ജോലി ചെയ്താൽ മതി, അറിയാലോ. ഈ പേപ്പറുകളൊന്നും നഷ്ടപ്പെടാതെ ഡ്രസ്സുകൾക്കൊപ്പം വെച്ചോളൂ. അറിയാതിരിക്കണ്ട. പാർട്ട്ണർഷിപ്പിൽ ഒരു ഇൻഡസ്ട്രീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായി ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്. അനുവിന്റെ ലീവ് തീർന്നു. അവൻ തിരിച്ചു പോകാനിരിക്കുക. അതിനെന്താ, പോകട്ടെ. പണം വല്ലതും വേണമെങ്കിൽ കൊടുത്തേക്കണം. എന്റെ പുതിയ നോവലിന് റീഡേഴ്സ് കൌൺസിൽ പ്രഖ്യാപിച്ച അവാർഡില്ലേ, അവാർഡ്, അതിന്റെ വിതരണം ഇന്നാണ്. അത് ഏറ്റുവാങ്ങാൻ ഞാൻ തന്നെ ചെല്ലണമെന്ന് അവർ നിർബന്ധിച്ചിരിക്കുന്നു. ഞാൻ പൊയ്ക്കോട്ടെ? വേണ്ട. ഓ, നിന്റെ പഴയ രാമുവേട്ടന്റെ കഥയ്ക്ക് ഒരു അവാർഡ്. കേൾക്കണ്ടേ? എനിക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ എഴുത്തും വായനയും അവാർഡ് ദാനവും ഒന്നും ഇവിടെ നടക്കില്ലെന്ന്. എല്ലാം ഒരു ദിവസം ഞാൻ തീട്ടി ചുടും. ഹലോ മിസ്സസ് രേഖ ജോൺസൺ, ഗുഡ് മോർണിംഗ്. ഹായ്, മോർണിംഗ്. ഞാൻ താമസിച്ചു മിസ്റ്റർ മേനോൻ. നോ, യു ആർ വെരി പങ്ക്ച്വൽ. വെളുപ്പിനെ അമേരിക്കയിൽ നിന്നൊരു കോൾ. ഓ, അല്പസമയം ആ നിർവൃതിയിൽ അങ്ങ് ഇരുന്നു പോയി. ഒരു സുപ്രഭാതം, പിന്നെ പതിവ് സ്നേഹാന്വേഷണം. അപ്പോൾ പുറപ്പെടുകയല്ലേ മിസ്റ്റർ മേനോൻ? ഓ യെസ്, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു രേഖ. കമോ. ഇങ്ങനെ ഒരുത്തി ഇവിടെ നിൽപ്പുണ്ടെന്ന് പോലും അവൾ ഗവനിച്ചില്ല. ആരാണമ്മേ സ്ത്രീ? അച്ഛന്റെ പുതിയ ബിസിനസ് പാർട്ട്ണർ രേഖ ജോൺസൺ. ഓ, നാലകത്ത് തറവാട്ടിലെ പഴയ കെട്ടിലമ്മ. ഈ ബന്ധം എപ്പോ തുടങ്ങി? എനിക്കെങ്ങനെ അറിയാം? ദേ, നീ ഇതിലൊന്നും ഇടപെടണ്ട. നീ നിന്റെ പാട് നോക്കിയാൽ മതി. അതെ, എനിക്ക് എന്റെ പാട്, അച്ഛൻ അച്ഛന്റെ പാട്, അമ്മയ്ക്ക് അമ്മയുടേത്. അല്ലേ അമ്മേ? അങ്ങനെയായി കഴിഞ്ഞിരിക്കുന്നു മോനെ. ഇതിനെല്ലാം അമ്മയെ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തൂ. നീയായിട്ട് എന്തിനു കുറ്റപ്പെടുത്താതിരിക്കണം? എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങി ചുമക്കാനാണല്ലോ എന്റെ വിധി. ഞാൻ അമ്മയെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ വീട്ടിൽ നടക്കുന്ന അനുഭവങ്ങൾ എന്നെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. മോനെ അനു, എന്നെ സംബന്ധിക്കുന്ന എന്തും തീരുമാനിക്കാൻ എനിക്ക് പ്രായമായി കഴിഞ്ഞു. ഞാനൊരു താന്തോന്നിയായ മകനായി തീരുന്നത് നിങ്ങൾ ഇരുവരും ഇഷ്ടപ്പെടുമോ? അങ്ങനെയൊന്നും പറയരുത് കുട്ടി. അച്ഛൻ പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അച്ഛനെ നേർവഴിക്ക് വരുത്താനാണോ നിന്റെ ഉദ്ദേശം? തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്താനാണോ നീ ശ്രമിക്കുന്നത്? വിഷമിറക്കാൻ വിഷം തന്നെയല്ലേ വേണ്ടത്? പണത്തിലൊതുങ്ങുന്ന വാത്സല്യം. അമ്മേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ സ്ഥിതിയിൽ പഠിപ്പ് തുടരാനോ ഇവിടം വിട്ടു പോകാനോ ഞാൻ ഒരുക്കമല്ല. ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. മോനെ അനു, ആരും എന്നെ അന്വേഷിക്കാതിരുന്നാ മതി. മോനെ, നീ എന്നെ വിട്ടു പോവുകയാണോ? നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു?
എല്ലാവരും പോകുന്നു. ഈ തടങ്കൽ പാളയത്തിൽ ഞാൻ മാത്രം ബാക്കി. അല്ല, എന്തൊരിപ്പാ ഗീത കൊച്ചമ്മ ഇത്. മീനാക്ഷി, നേരെ എത്രയായി? ആഹാരം കഴിച്ചിട്ടല്ലോ. ടിഫിൻ തണുത്തിട്ടുണ്ടാവും. എനിക്കൊന്നും വേണ്ട മീനാക്ഷി. മീനാക്ഷിയുടെ ജോലി കഴിഞ്ഞെങ്കിൽ പോയിക്കോളൂ. എന്റെ ജോലിയെല്ലാം റെഡിയല്ലേ കൊച്ചമ്മേ. തൂത്തുവാരി, തുണി കഴുകി, പാത്രങ്ങളും കഴുകി അടുത്ത സ്ഥലത്ത് ചെല്ലേണ്ട സമയമായി. അല്ല, മേനോൻ സാർ എങ്ങോട്ടാ പോയ കൊച്ചമ്മേ? എനിക്ക് എങ്ങനെ അറിയാം? വലിയ വ്യവസായിയാകാൻ പോവുകയല്ലേ. സാറിനെ വിളിച്ചോണ്ട് പോവാൻ ആരോ വന്നല്ലോ. ആ, ഇരുളിന്റെ മറ പറ്റി ഇവിടെ പലരും വരുന്നു പോകുന്നു. മീനാക്ഷി പോകുമ്പോ അടുക്കള വാതിലും ഉമ്മറ വാതിലും അടച്ച് താഴിട്ടേക്ക്. ആ, കൊച്ചമ്മേ ദാ ഒരു താടിക്കാരൻ ഗേറ്റ് പിടിച്ച് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. ആ, മീനാക്ഷി അങ്ങോട്ട് ചെല്ലേ. അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്നും പുറത്തു പോയിരിക്കുകയാണെന്നും പറഞ്ഞേക്ക്. ഇനി വല്ല പത്രക്കാരോ മറ്റോ ആണോ? ആരായാലും ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? മീനാക്ഷി ഗേറ്റ് അടച്ച് പോയിക്കോളൂ. ശരി, ഞാൻ പോന്നു കൊച്ചമ്മേ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ. മീനാക്ഷിയോട് ഇങ്ങനെ കേറി ചോദിക്കാൻ ആർക്കും ധൈര്യം വരത്തില്ല. നിങ്ങൾ ഈ ഗേറ്റ് അടച്ചു പൂട്ടി പോകുന്നതുകൊണ്ട് ചോദിക്കുക. എന്താ, തുറന്നിടാണെങ്കിൽ പിന്നെ ഗേറ്റിന്റെ ആവശ്യമുണ്ടോ? അത് നേരാ. അല്ല, ആ വീട്ടിൽ ആരെങ്കിലും താമസമുണ്ടോ? താമസക്കാരൊക്കെ പുറത്തു പോയേക്കാ. നിങ്ങൾ എവിടുന്നാ? കുറച്ചകലെ നിന്നാ. നിങ്ങൾ അവരുടെ ആരാ? സ്വന്തക്കാരിയൊന്നുമല്ല, വേലക്കാരിയാ. ഇനി ഒന്ന് ഒഴിവാക്കുവോ? ചെന്നിട്ട് വേറെ ജോലിയുണ്ട്. ആ, അതിരിക്കട്ടെ. ഈ വീട് വാടകയ്ക്ക് കൊടുത്തവരെ മീനാക്ഷിക്ക് അറിയോ? ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു കുറുപ്പ് സാറാ. ഓ, ദേ ഈ റോഡിലൂടെ കിഴക്കോട്ട് ചെന്നാ ആ ജംഗ്ഷനിൽ നിന്ന് 4ാമത്തെ വീട്. ഓ, ശരി, നന്ദി. ആ, പിന്നെ മീനാക്ഷിയുടെ സഹായം ഇനിയും ഉണ്ടാകണം. ഒക്കത്തില്ല സാറേ. റോട്ടിൽ കാണുന്നവരൊക്കെ സഹായിക്കാൻ തുടങ്ങിയാലേ സംഗതി കുഴയും. അപ്പോ ഞാൻ പോട്ടെ സാറേ. ആളൊരു തെറിപ്പനാണല്ലോ. ജീവിക്കാൻ കിട്ടുന്ന വേഷങ്ങളല്ലേ സാറേ. ആ, സാറെന്തൊരു വേഷക്കാരനാണെന്ന് ആർക്കറിയാം. എത്തിയതല്ലേ ഉള്ളൂ മീനാക്ഷി. ഒരു വിഡ്ഢിവേഷമെങ്കിലും എനിക്ക് യോജിക്കില്ലേ? പിന്നെന്താ, കണ്ടിട്ട് ആടുത്തെളിഞ്ഞ ഒരു മട്ടുണ്ട് കേട്ടോ. ആരാ എന്താന്നൊക്കെ ആരറിഞ്ഞു. ഞാൻ പോവാ സാറേ. ആരാ? കുറുപ്പ് സാറല്ലേ? ഞാൻ തന്നെ, ശങ്കരക്കുറുപ്പ്. എന്താ വേണ്ടത്? ഒരു കാര്യം അന്വേഷിച്ചറിയാൻ വന്നതാ. ആ, വരാ ഇരിക്ക. ആ, എവിടുന്ന് വരുന്നു? അല്പം അകലെ നിന്നാണ്. ഈ നാലകം വാടകയ്ക്ക് താമസിക്കാനാണെങ്കിൽ പറ്റില്ല. 2 ദിവസം മുമ്പ് ഒരു സ്ത്രീ വന്നിരുന്നു. അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ 10,000 കിട്ടുകൊടുക്കണം പറഞ്ഞപ്പോ അതങ്ങ് കൊടുത്തു. പിന്നീട് അവരാണ് അതിന് അവകാശിയെന്ന് സമർത്ഥിക്കാനായി ശ്രമം. ഇപ്പോ ഇവിടെ ഒരു കൂട്ടർ താമസിക്കുന്നുണ്ട്. കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. ഇപ്പോഴെത്രയാ വാടക? 1500 രൂപ. വിലക്ക് വിൽക്കാച്ചാല് അവരത് വാങ്ങാനും തയ്യാറാ. പക്ഷേ ഞാനത് വിൽക്കണത് ശരിയല്ലല്ലോ. അതെന്താ അങ്ങനെ? അന്യന്റെ മുതൽ അപഹരിക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. അന്യം വന്ന് നശിച്ചു പോകാതിരിക്കാനായിട്ട് എനിക്കത് ഏറ്റെടുക്കേണ്ടി വന്നു. എന്നെങ്കിലും അതിന്റെ യഥാർത്ഥ അവകാശികൾ വന്ന് അത് തിരിച്ചു വാങ്ങണേ എന്നാ എന്റെ പ്രാർത്ഥന. അപ്പോ നിങ്ങൾ? അനിയനറിയോ, പണ്ട് സകല പ്രതാപങ്ങളുമായിട്ട് വിളങ്ങിയിരുന്ന കാലത്ത് അവിടുത്തെ അടിച്ചെടുക്കാരിയായിരുന്നു എന്റെ അമ്മ. 10-14 വയസ്സുവരെ ആ ഉപ്പും ചോറും തിന്നാ ഞാനും വളർന്നത്. ഒരു നിസ്സാര വികൃതിക്ക് അന്നത്തെ വലിയ കാരണവര് കണ്ണിച്ചൂരിലെടുത്ത് എന്നെ ഒന്ന് തല്ലി. 4 ഇറങ്ങിപ്പോവാൻ എനിക്കതൊരു ഹേതുവായി. എന്റെ കഥ അവിടെ ഇരിക്കട്ടെ. 4 കഥയാണല്ലോ പറഞ്ഞു വന്നത്. അതെ, അതാണ് അറിയേണ്ടത്. 10-12 വർഷം മുമ്പ് ഞാൻ അവിടെ തിരിച്ചെത്തിയപ്പോ കണ്ട കാഴ്ച കരളഴിപ്പിക്കുന്നതായിരുന്നു. ഒക്കെ ആലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കായിരുന്നു ആ തറവാട്. ആ, എന്താ പേരെന്നാ പറഞ്ഞത്? രാമചന്ദ്രൻ. ആ, കേട്ടോ രാമചന്ദ്ര, ഞാൻ എന്നും ഒരു സഞ്ചാരിയായിരുന്നു. സ്വാതന്ത്ര്യപ്രേമികളായ മഹാരഥന്മാര് വെള്ളക്കാരുടെ മേധാവിത്വത്തിനെതിരെ കലാപം ഉയർത്തിയപ്പോ അതിലൊരു എളിയ കണ്ണിയാവാൻ
എനിക്കും സാധിച്ചു. ഓഹോ. കുറെ കാലം ഒരു ചടങ്ങിൽ പണിയെടുത്തു. അടുത്തും പറ്റിയപ്പോ വീണ്ടും തീർത്ഥാടനം. ആ ഇടയ്ക്കാ നാടും വീടും ഒന്ന് വീണ്ടും കാണണം എന്ന് തോന്നിയത്. ഇപ്പോ വിട്ടുപോവാനും കൊണ്ടു നടക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഈ ദീർഘയാത്രക്കിടയിൽ ഒരു കുടുംബജീവിതത്തെ പറ്റിയൊന്നും ചിന്തിച്ചില്ല അല്ലേ? എന്തുകൊണ്ടോ അങ്ങനെ നിനക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ മുതിർന്നില്ല. പക്ഷേ ഇപ്പോ അതിലൊട്ടും ദുഃഖമില്ല കേട്ടോ. ഞാനിവിടെ തിരിച്ചെത്തിയപ്പോ മകളായിട്ടും മരുമകളായിട്ടും നാലകത്ത് അടുക്കള കിട്ടുന്ന എനിക്കൊരു മുത്തിനെ കിട്ടി. ഞാൻ നാട് വിട്ടതിന് ശേഷം എനിക്കൊരു പെങ്ങളുണ്ടായി എന്നും അവളുടെ കുട്ടിയാണ് അമ്മിണി എന്നൊക്കെ അറിഞ്ഞപ്പോ സന്തോഷായി എനിക്ക്. അമ്മിണി? അതെ, എന്റെ മരുമകള്. അത്ര തന്നെ സങ്കടമുണ്ട്. എന്നെ കുറിച്ചല്ല. എന്തിനാ സങ്കടപ്പെടുന്നത്? എന്നെ പോലെ തന്നെ അമ്മിണിക്കുട്ടി ഒറ്റത്തടിയായിപ്പോയി. അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. ശ്രമിക്കാത്തോണ്ടല്ല, അവൾക്ക് അങ്ങനെ ഒരു ജീവിതം ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ നിർബന്ധിച്ചില്ല. മോളെ അമ്മിണിക്കുട്ടി, ഓ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. എന്തോ ഒരു പാരവശ്യം. വർത്തമാനം പറയാൻ തുടങ്ങിയാ പിന്നെ നിർത്തണ സ്വഭാവം പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. കേക്കണം, നിങ്ങൾക്കും ദാഹം ഉണ്ടാവും. മോളെ 2 പാത്രത്തിലെടുത്തോളൂ കേട്ടോ. അങ്ങനെയാവട്ടെ. പുറത്തൊരാളും കൂടി ഉണ്ട്. എനിക്ക് നാലകത്തെ കഥ മുഴുവനായിട്ട് അറിയണം. അമ്മാവ ദാ വെള്ളം. തന്നോളൂ. മറ്റേ ഗ്ലാസ് രാമചന്ദ്രൻ അങ്ങോട്ട് കൊടുക്കുക. രാമചന്ദ്രൻ? ഞാൻ കരുതി അമ്മണിക്കുട്ടിക്ക് എന്നെ മനസ്സിലായി കാണൂലെന്ന്. ആരാ? എന്താ മോളെ? നാം അന്വേഷിച്ചുകൊണ്ടിരിക്കണ നാലകത്ത് തറവാടിന്റെ ഉടമയാണ് അമ്മാവ നമ്മുടെ മുമ്പിലിരിക്കണത്. ആണോ കുഞ്ഞേ? ഈശ്വരോ രക്ഷതു. തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറയും പോലെ ആയല്ലോ അത്. കുഴിയിലേക്ക് കാല് നീട്ടിരിക്കുമ്പോഴും കണ്ണടിയുന്നതിന് മുമ്പ് ആരെയായി ഭാരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാന്ന് വ്യാകുലപ്പെടുകയായിരുന്നു കുട്ടി ഞാൻ. എന്നാലും ഇതെന്തൊരു കോല രാമേട്ട. ഇനിയെങ്കിലും ഈ ജടാവൽക്കലങ്ങളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റരുതോ? വല്ലവരും കണ്ട ഭ്രാന്തനാണെന്നേ പറയൂ. അല്ല അമ്മണി, ഇയാളെ പറ്റി എന്തോ ചില കഥകളൊക്കെ കേൾക്കണ്ടായില്ലോ പണ്ട്. പഠിക്കണ കാലത്ത് ഏതോ പ്രൊഫസറെ കൊലപ്പെടുത്തിയെന്നോ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണെന്നോ ഒക്കെ. കേട്ടുകേൾവിയിൽ കുറെ ശരികളുണ്ട്, അത്ര തന്നെ തെറ്റും. എന്നാലും ഗുരുനാഥനെ കൊല്ലാന്നൊക്കെ പറഞ്ഞ ആ മഹാപാപം എത്ര കാലം അനുഭവിച്ചാലാ തീര. കഷ്ടാണേ. അമ്മാവനെ പോലെ അങ്ങനെ അറിഞ്ഞു കേട്ട എല്ലാവരും ഞാനാണ് കൊലപാതകയെന്ന് വിശ്വസിക്കുന്നുണ്ടാവും. പിന്നെ വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ആ ഒരു ഘട്ടത്തിൽ എന്നെ വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ നിയമത്തിന് പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ ആരും മനസ്സിലാക്കിയതല്ല ശരിയെങ്കിൽ ഇനിയെങ്കിലും ആ സത്യം തുറന്നു പറയരുത് രാമേട്ടനെ. എന്താ ഉണ്ടായത്? പറയാം. അന്ന് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നത് നേര്. ന്യായമായ പ്രശ്നങ്ങളെ അവജ്ഞയോടെ നോക്കിക്കണ്ട ഒരു പറ്റം വിദ്യാർത്ഥികൾ കലഹമുണ്ടാക്കി. അങ്ങനെ ഇരുചേരികളും തമ്മിൽ സംഘട്ടനമായി. അപ്പോഴാണ് ആ പ്രൊഫസർ രഘുവീരൻ നായർ സമാധാന ശ്രമവുമായി എത്തിയത്. ആദരവോടെ ഞാൻ ഉൾപ്പെടെ ചിലർ പിന്മാറാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ചില കുലദ്രോഹികൾ ആ സന്ദർഭം മുതലെടുത്തു. എല്ലാം പെട്ടെന്നായിരുന്നു. അദ്ദേഹം അലമുറയിട്ട് രക്തം ചുറ്റി നിലം കുത്തിയപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു. ആ മരണപ്പിടച്ചിലിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഞാൻ അടുത്തു ചെന്നു. താങ്ങി മടിയിൽ കിടത്തി നെഞ്ചിൽ തറച്ച കഠാര വലിച്ചൂരിയെറിഞ്ഞു. ആ ശരീരം നിശ്ചലമായിക്കൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ശുശ്രൂഷിക്കാനെത്തിയ ഞാൻ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈശ്വര, എവിടെയാ പിഴച്ചു എന്നെങ്ങനെയാ അറിയാ? എല്ലാം വിധിന്ന് കരുതിയാ മതി കുട്ടിയെ, അല്ലാതെ എന്താ പറയാ. രാമുവിന് വിശക്കുന്നുണ്ടാവും. മോളെ, ഭക്ഷണം. അമ്മാവും കുളിച്ചു വന്നോളൂ, നമുക്ക് ഒരുമിച്ചാകാം ഭക്ഷണം. ശരി, അങ്ങനെ ആവട്ടെ. രാമചന്ദ്ര, ഇനി എന്താ അച്ഛ ആയിക്കോളൂ. എല്ലാം അങ്ങടെ ഏറ്റെടുക്ക. എന്റെ മേൽനോട്ടത്തിലായ പിന്നെ അനാഥായിട്ടില്ല. 5-10 വർഷക്കാലം നാലകത്ത് ആദായം എടുത്തും വാടക വാങ്ങി എന്ത് ചെയ്തു ചോദ്യം ഉണ്ടാവില്ലേ? എല്ലതാ ഇവളുടെ പേരില് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മോളെ, ആ പാസ്ബുക്ക് അങ്ങ് എടുത്തു കൊടുക്ക.
അതൊക്കെ ഇനി കൈകാര്യം ചെയ്യേണ്ടത് ഇയാളാ. വാടകക്കാർ എപ്പോഴാ ഒഴിപ്പിക്കേണ്ട വെച്ചാ അതും പറഞ്ഞോളൂ. ഒന്നും ഏറ്റെടുക്കാനല്ല അമ്മാവ ഞാൻ വന്നത്. അമ്മാവൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിച്ചു വളർന്ന നാടും വീടും ഒന്ന് കാണുക എന്ന ഉദ്ദേശമേ എനിക്കുള്ളൂ. മറിച്ചൊരു തീരുമാനിക്കണം. ആയുസ് മുഴുവനും ഇങ്ങനെ തണ്ടി കഴിയേ? അത് പാടില്ല. അത് വേണ്ട 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 വേണ്ട, ഒന്നും പറയണ്ട. അമ്മന് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? രാമേട്ടന്റെ അമ്മ എങ്ങനെ മരിച്ചതെന്നറിയോ? എങ്ങനെ അറിയാൻ? അന്ന് ലോക്കപ്പിലായ എന്നെ വീട്ടുകാർ പോലും കൈയൊഴിഞ്ഞില്ലേ? രാമേട്ടൻ പ്രൊഫസറെ കൊന്നു എന്നായിരുന്നല്ലോ പ്രചരണം. ഗുരുവിനെ കൊന്ന ആ മഹാപാപിയെ നീ കുടുംബത്ത് കയറ്റരുത്, എന്റെ ശവം പോലും തൊടിയിക്കരുത് എന്നാർ തലച്ചും ശപിച്ചും ഹൃദയം പൊട്ടിയാണ് അമ്മ മരിച്ചത്. ആ ശുദ്ധഹൃദയത്തിന് അതല്ലേ കഴിയൂ? ആ, എല്ലാം ഓരോ നിയമങ്ങളായിരിക്കും. പ്രധാനമായിട്ട് എന്താ പറ്റിയത് അമ്മണി? ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേട് തന്നെ. ഒരിക്കൽ ആ സ്ത്രീ ചോദിക്കാതെ പറയാതെ ഇറങ്ങിപ്പോയി. അതിന്റെ 2-ാം ദിവസം കിടക്കുമുറി തോത്തുവാരാൻ ചെന്നപ്പോ ഞാനാണ് ആ ദുരന്തം ആദ്യമായി കാണുന്നത്. ഏട്ടനും കൊച്ചുമോളും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓ, അമ്മാവൻ വന്നാൽ പിന്നീടാണോ ആ ദുരന്തമുണ്ടായത്? അതെ, അമ്മാവൻ തിരിച്ചെത്തിയപ്പോ എങ്ങോട്ടും പോകരുതെന്നും നിർബന്ധിച്ച് നാടകത്തിൽ പിടിച്ചു നിർത്തിയത് പ്രതാപേട്ടനായിരുന്നു. ആ സ്ത്രീയോ? അമേരിക്കയിൽ ജോലിയുള്ള ഒരാളിനെ വിവാഹം കഴിച്ചു എന്നൊക്കെ കേട്ടിരുന്നു. അവരിപ്പോ ഈ നഗരത്തിന്റെ കോണിൽ എവിടെയോ ഉണ്ട്. മരിക്കാൻ തീരുമാനിച്ചപ്പോ പ്രതാപേട്ടൻ അവസാനമായി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞത് നാലകവും വസ്തുവകകളും എന്നെങ്കിലും അനുജൻ രാമചന്ദ്രൻ തിരിച്ചു വന്ന അയാൾക്ക് കൊടുക്കണമെന്നും വരുന്നില്ലെങ്കിൽ അത് അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നും. ഒസ്യത്തിലും ഇതൊക്കെ തന്നെയുള്ളത്. ഈ കഥ ഇനി പൂർണ്ണ വിരാമമില്ലാതെ തുടരണമെന്നാണോ രാമേട്ടന്റെ അഭിപ്രായം? ഞാനൊരു വഴിപോക്കനല്ലേ അമ്മണി. ദീർഘനാളത്തെ ദുരിതപൂർണമായ യാത്രക്കിടയിൽ എത്തിച്ചേർന്ന ഒരു രത്താവളം. അവിടെ വെച്ച് കണ്ടുമറന്ന ആൾക്കാരെയും സ്ഥലങ്ങളെയും വീണ്ടും കണ്ടുമുട്ടുന്നു. എന്തോ ക്ലാവ് പിടിച്ച കുറെ ഓർമ്മകളുമായി വെളിച്ചമേശാത്ത ഏതോ കോണുകളിൽ മനസ്സിനെ ഒളിപ്പിച്ചിരുത്തി നിർവൃതി കൊള്ളാറുണ്ട്. എന്തിനാണെന്നറിയാതെ. ഒരു ദുഃഖസ്മൃതിയുടെ താളവട്ടത്തിൽ അതും ഒരു സുഖമാണ്. അമ്മനെ ഓർക്കുന്നുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? മണ്ണപ്പം ചുട്ടും മാങ്ങ എറിഞ്ഞു വീഴ്ത്തിയും കൊത്തങ്കല്ലാടിയും കളിച്ചും രസിച്ചും നടന്ന ഒരു കാലം. നാലകത്തെ അടുക്കളയിൽ തീപ്പുകയോതാൻ വിധിക്കപ്പെട്ടിരുന്ന ഈ അടിച്ചു തെളിക്കാരിക്ക് ഓർമ്മകൾ അയവിറക്കാൻ നേരം കുറവായിരുന്നില്ലേ? എല്ലാം ഒരു തരം പേക്കിനാവുകൾ. ഇത്രയൊക്കെ ആയിട്ടും അമ്മ എന്തുകൊണ്ട് ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചില്ല? വിവാഹപ്രായത്തിൽ ഞാനും മറ്റൊരു തടങ്കിലായിരുന്നില്ലേ? മനസ്സിലായില്ല. മനസ്സിലാവുകയില്ല. രോഗിയായി തീർന്ന അമ്മ നാലകത്തെ ഉരപ്പുരയിൽ തന്നെ വീണു മരിച്ചു. അന്ന് അമ്മയെ ഓർത്ത് കരയാനും ദുഃഖിച്ചിരിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. അകത്തളത്തിലും പുറത്തും കഴിയുന്ന കൊച്ചമ്മമാർക്കും കൊച്ചേമാന്മാർക്കും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? ചിലപ്പോ അതിഥികളായി എത്തുന്ന കുട്ടിത്തമ്പുരാന്മാർക്ക് ഒരുക്കി വിരിപ്പിട്ടാൽ തന്നെ പോരാ, അന്തിക്കൂട്ട് കിടക്കുകയും വേണം. സത്യമാണ് രാമുവേട്ട. പണ്ടൊക്കെ പര്യടങ്ങളിൽ വെച്ചു വിളമ്പാനും വെളുപ്പലക്കാനും വിധിക്കപ്പെട്ട വേലക്കാരികൾക്ക് പുറത്തു പറയാനോ മാനരക്ഷിക്കാനോ എവിടെ നേരം? ആ തിരക്കിപ്പെട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അമ്മണി മരിച്ചുപോയി. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ബാല്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി നാം മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുണ്ട്. കോളേജിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരെയും രാമുവേട്ടൻ എന്റെ സ്വന്തമാണെന്ന് തോന്നിയിരുന്നു. ഏതോ നശിച്ച രാത്രിയിൽ പ്രതാപിയായ ഒരു തമ്പുരാൻ എന്റെ കന്യാകാത്ത് നശിപ്പിക്കുന്നതെന്ത്? അതുവരെയും ഞാൻ രാമുവേട്ടന്റേതായിരുന്നു. പിന്നെ അമ്മയെ പലരുടേതുമായി. വിദ്യകളുടെ വിദ്യകൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ഞാൻ അമ്മയെക്കാളും ഒരു പടി മുന്നിലാണെന്ന് ധരിച്ചു. പാടില്ലായിരുന്നു. ഞാൻ വീണ്ടും തോക്കുന്നു. ക്ഷമിക്കൂ അമ്മനെ, എന്നെ ക്ഷമിക്കൂ. എങ്ങോട്ട് പോയത്? ഞാൻ തിരിച്ചു വരാം അമ്മനെ, തിരിച്ചു വരാം.
കഷ്ടം. അയാൾക്ക് കൊടുക്കാൻ പുതുതായി ഒന്നും എന്നിൽ അവശേഷിക്കുന്നില്ല. ഇല്ല, എനിക്കതിന് അർഹതയില്ല. ആരാണാവോ? ഹലോ. ആ ആ അതെ, കൊച്ചമ്മയുടെ ബംഗ്ലാവ് തന്നെ. അയ്യോ, മേനോൻ സാറാണോ? ഇത് മീനാക്ഷിയാ സാറേ. മേഡം പുറത്തു പോയിരിക്ക? ആ ആ ആ പറയാ. ശരി, മറക്കാതെ പറയാ സാറേ. ശരി. അല്ല, ഇതാരാ വരുന്നേ? ഈ മേഡത്തിന് 100 ആയുസ. മേനോൻ സാർ ഇപ്പൊ ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. ആ, സാരെന്ത് പറഞ്ഞു? സന്ധ്യക്ക് എന്നിങ് എത്തുന്നു. പിന്നെ കൂടെ പുതിയൊരു അതിഥി കൂടെ ഉണ്ടാവുമെന്ന്. എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ കൊച്ചമ്മേ. നീ വീടെല്ലാം ക്ലീൻ ചെയ്തോ മീനാക്ഷി? പിന്നെ എല്ലാം കൃത്യമല്ലേ കൊച്ചമ്മേ? മീനാക്ഷി, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നീ സമർത്ഥയാണോ? അതെന്തൊരു ചോദ്യമാ കൊച്ചമ്മേ. രഹസ്യങ്ങളുടെ കലവറയല്ലേ ഈ മീനാക്ഷി. ഒരു വർക്ക് ഏൽപ്പിച്ചാൽ ചെയ്യാമോ? എന്ത് വർക്കാണെങ്കിലും മീനാക്ഷിക്ക് ഈസിയല്ലേ. അല്ല, ഇന്ന് തന്നെ വേണോ? അല്ല, നാളെ. മീനാക്ഷി, നാളെ കൃത്യം 3 മണിക്ക് ഇവിടെ വരണം. ശരി ശരി. വിജയിച്ചു വന്നാൽ ഒരു വലിയ സമ്മാനമുണ്ട് ഈ രേഖ കൊച്ചമ്മയുടെ വക. ശരി കൊച്ചമ്മ, ചെയ്തോളാം. ഉറപ്പ്. ആ മീനാക്ഷി, നിന്നെ ഞാനൊന്ന് മുഖം കഴുകി വരാം. ഇതെന്തൊരു കൂത്ത്? അല്ല, ആരായി വന്നു കേറിയത്? ഗീതക്കൊച്ചമ്മ എന്താ ഇവിടെ? മീനാക്ഷി അങ്ങനെ ഇവിടെ എത്തി? ഞാനിവിടെ രേഖക്കൊച്ചമ്മയും വേലക്കാരിയല്ലേ കൊച്ചമ്മേ? ആ വിവരം മീനാക്ഷി എന്നോട് പറഞ്ഞിരുന്നില്ല. കൊച്ചമ്മ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. അതെ, എനിക്ക് പലതും അറിഞ്ഞുകൂടാ. ഈ ബംഗ്ലാവിൽ എന്റെ ഇന്നത്തെ ഡ്യൂട്ടി തീർന്നു. ഇനി 6 മുതൽ 9 വരെ ഡോക്ടർ ഗുർബച്ചൻ സാറിന്റെ റിസപ്ഷനിസ്റ്റാ. രോഗികളുടെ പേരും വയസ്സും രജിസ്റ്റർ ചെയ്ത് ടോക്കൺ കൊടുത്ത് അകത്തേക്ക് കടത്തി വിടുക. ഓഹോ, നിന്റെ മേഡം ഇവിടില്ലേ? ഏതോ ദൂരെ യാത്ര കഴിഞ്ഞ് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ബാത്റൂമിലാ. വിളിക്കണോ? വേണ്ട. കൊച്ചമ്മേ കൊച്ചമ്മേ, ഈ വേഷം എനിക്ക് യോജിക്കുന്നുണ്ടോ കൊച്ചമ്മേ? എന്റെ കളറിന് ഈ കടുത്ത ടിഷ്യൂ മേച്ച് ചെയ്യുന്നുണ്ടെന്നാ സാറ് പറഞ്ഞത്. എങ്ങനെയുണ്ട്? എന്റെ തോന്നലും നിന്റെ വേഷവുമായി എന്ത് ബന്ധം? ആ, മോശമില്ല. പിന്നെ ആ ഡോക്ടർ സാറിന് മീനാക്ഷി ഇങ്ങനെ കാണുന്നതാ ഇഷ്ടം. എന്നാ പിന്നെ ഞാൻ വരട്ടെ കൊച്ചമ്മേ. ആർക്കൊക്കെ എന്തൊക്കെ വേഷങ്ങൾ. സന്ദർഭങ്ങൾക്കൊത്ത് വേഷം മാറാൻ കഴിയുന്നവർക്ക് എവിടെയും സ്ഥാനമുള്ളൂ. മീനാക്ഷി, മീനാക്ഷി പോയോ? അല്ല, ഇതാര്? മിസ്സസ് ഗീതാ മേനോൻ. എന്റെ സർപ്രൈസ് വിസിറ്റ്. മിസ്സസ് രേഖ മേനോനെ അടുത്തറിയണമെന്നും സംസാരിക്കണമെന്നും തോന്നിയപ്പോൾ തേടി പിടിച്ചു പോന്നു. നല്ല കാര്യം. നോ, ഐ ആം വെരി ഹാപ്പി. കുടിക്കാൻ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ അതോ? ആ, എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. ഏതെങ്കിലും പാർട്ടി. അതുവരെ ഫ്രീയാ. മിസ്സസ് രേഖ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മകനെയെങ്കിലും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടണം. ദഹിക്കില്ല. തെളിച്ചു പറയൂ. ഞാൻ പറയുന്നത് എന്റെ അനിയന്റെ അച്ഛനെ പറ്റിയാണ്. ഓഹോ, മിസ്റ്റർ ഗോപിനാഥ മേനോൻ. എന്താ, ബിസിനസ് പാർട്ണർഷിപ്പിൽ നിന്ന് മേനോനെ ഒഴിവാക്കണമെന്നാണോ? നിങ്ങളുടെ ബിസിനസ് പങ്കാളിത്തത്തെ പറ്റി ഞാനൊന്നും ചോദിച്ചില്ല. ലാഭവിഹിതവും വേണ്ട. പക്ഷേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ മറ്റൊരു പാർട്ട്ണർഷിപ്പ് എനിക്കിഷ്ടമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ കയറി ഞാൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്തതായി തെളിയിക്കാമോ? ഒന്നല്ല, നിരവധി തെളിവുകൾ എന്റെ പക്കലുണ്ട്. ഓഹോ, ഏത് ജീവിതവും കശക്കി എറിയാനുള്ള രേഖയുടെ പാടവത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്.
ഭാര്യയായി അമ്മയായി കഴിയേണ്ട നിങ്ങൾ ഇന്ന് എന്തുകൊണ്ടൊരു വിധവയായി കഴിയുന്നു? മിസ്സസ് മേനോൻ, വാക്കുകളെ കൊണ്ട് അമ്മാനമാടാൻ നിങ്ങൾക്ക് വളരെ ഭംഗിയായി കഴിയുമെന്ന് ബോധ്യമായി. പക്ഷേ നിങ്ങളുടെ കലർപ്പില്ലാത്ത കുടുംബജീവിതത്തിൽ മായം ചേർക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശരിയല്ല. എന്തുകൊണ്ട്? സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ട് നട്ടനിരുന്ന മേനോനെ രക്ഷിക്കാൻ ഞാനൊരു പിടിവള്ളിയിൽ നിന്നു കൊടുത്തതാണോ എന്റെ കുറ്റം? കച്ചവടത്തിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് നിരാശയായി ആത്മഹത്യക്ക് ഒരുപെട്ടപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷിച്ചതാണോ എന്റെ കുറ്റം? ഭർത്താവ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ തന്നിൽ നിന്ന് അകലുന്നുണ്ടോ എന്ന ഭയാശങ്കയാണ് ഗീതയെ ഇവിടെ എത്തിച്ചത്. സ്നേഹിക്കുന്ന പുരുഷനെ നഷ്ടപ്പെടുന്നതിൽ ഏതൊരു ഭാര്യയ്ക്കും ദുഃഖമുണ്ടാവും. ഇവിടെ അസഹ്യമായ ഭർത്തൃപീഡനത്തിൽ കഴിയുന്ന ഒരു ഭാര്യയുടെ അമ്മയുടെ വിതുമ്പലുകൾ രേഖയ്ക്കറിയാമോ? അനിയത്തി, അല്ല, ഇനി ഞാനയാളെ വിളിക്കുന്നത് എന്തുകൊണ്ട് എന്നായിരിക്കും. ഒരർത്ഥത്തിൽ എന്റെ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ അനുജന്റെ ഭാര്യയായിരുന്നല്ലോ ഇന്നത്തെ ഗീതാ ഗോപിനാഥ മേനോൻ. രേഖാപ്രതാപ്, മുറിവിൽ കുത്തി വേദനിപ്പിക്കരുത്. അതൊരടഞ്ഞ അധ്യായമാണ്. അടയാതല്ല, മുഴുവയ്ക്കാത്ത അധ്യായമാണ്. അത് പൂർത്തീകരിക്കാൻ ഏറെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തിരിച്ചു വരുന്ന രാമചന്ദ്രൻ എന്തുത്തരം കൊടുക്കും എന്നതാണ് നിങ്ങളുടെ സംശയം. ശരിക്കും നിങ്ങൾ ക്രൂക്കടാണ്. എഴുതാപ്പുറം വായിക്കുന്ന ഈ കുരുട്ടുബുദ്ധിക്ക് പഴങ്ങിത്തരാൻ എന്നെ കിട്ടില്ല. മേനോനും നാടകവും സ്വന്തമാക്കിയാൽ ജയിച്ചു കളയാം എന്നാണ് രേഖയുടെ വ്യാമോഹം. എന്റെ വേദന ഒരേ ഒരു കാര്യത്തിലാണ്. എന്റെ മകൻ പക്വതയെത്താത്ത അവന്റെ ചുമലുകൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല നിങ്ങൾ അടിച്ചുകൂട്ടിയ അഴുക്കുകളുടെ ഭാരം. എന്റെ അനുമോനെ നഷ്ടപ്പെടുത്താനാണ് നിങ്ങൾ ഒരുങ്ങുന്നത്. പ്ലീസ്, അത് ചെയ്യരുത്. എന്റെ അനുമനെ കൂടാതെ എനിക്ക് വയ്യ രേഖ. പ്ലീസ്, ഈ കളിക്കളത്തിൽ അവനെ അധികപ്പെട്ടല്ല. അവനെ വെറുതെ വിടൂ. പ്ലീസ്. മേനോ അല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ആരാ? ഞാനാ. ആ, കടന്നു വരിക. കുറുപ്പ് ചേട്ടൻ കാണണമെന്ന് ആവശ്യപ്പെട്ടതായി മീനാക്ഷി വന്നു പറഞ്ഞു. അപ്പം പിന്നെ തിരക്കായാലും കണ്ടിട്ട് പോകാമെന്ന് കരുതി കാത്തിരുന്നു. വല്ല അത്യാവശ്യ കാര്യവും, പണത്തിനോ മറ്റോ ബുദ്ധിമുട്ട് തോന്നിയോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴില്ല. കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിരിക്കണമെന്നെ. നാലകത്തിന്റെ യഥാർത്ഥ അവകാശി തിരിച്ചെത്തിയിരിക്കണോ? ഇനി എല്ലാ ഇടപാടുകളും നേർക്ക് നേരെ അങ്ങടാവുക. 8-10 വർഷമായിട്ട് ഞാനായിരുന്നല്ലോ ഇടനിലക്കാരൻ. നാലകത്തിന്റെ ഉടമാവകാശം സംബന്ധിച്ച് ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ. മരിച്ചുപോയ പ്രതാപചന്ദ്രന്റെ ഭാര്യ. കിട്ടുമെന്നെ. അതൊന്നും നിലനിൽക്കണതല്ല. വർഷങ്ങൾക്കപ്പുറത്ത് ബന്ധം വേർപെടുത്തി മറ്റാരുടെയോ ഭാര്യയായി കഴിയുന്ന സ്ത്രീ എങ്ങനെയാ അവകാശിയാവണേ? അതൊക്കെ അർത്ഥശൂന്യമായ വാദങ്ങളാ, കഴമ്പില്ലാന്നേ. എന്തായാലും ഇനി തീരുമാനിക്കേണ്ടത് കോടതിയാണല്ലോ. കൈകാര്യങ്ങൾക്ക് റിസീവറും വരാൻ പോകുന്നു കേട്ടു. അപ്പോ കാര്യങ്ങൾ അത്രയും വരെ എത്തിച്ചില്ലേ? കളി കാര്യമായി ഇന്ന് ചുരുക്കം. ഉറപ്പ് കുറുപ്പിന്റെ അടുത്തല്ലാന്ന് മനസ്സിലായല്ലേ കുറുപ്പേ? പക്ഷേ എല്ലുമൂപ്പ് കുറുപ്പിനാണ് അധികമെന്ന് പുതിയ കളിക്കാരോടൊന്ന് പറഞ്ഞേക്ക. ഏത് കളിയിലും നേരും നുറയും വേണം. ആട്ടെ, ഈ കള്ളക്കളിയില് മേൻ ഏതു പക്ഷത്താ? ലാഭം എവിടെ കിട്ടുമോ അവിടെ. അത് പണ്ടേ ഉള്ളൊരു ദുശീലമാണ് കുറുപ്പേ. അപ്പോ നാലകത്ത് ഇറങ്ങാൻ മേനും തയ്യാറല്ലാന്ന് ചുരുക്കം ലേ? ശരി, ഇപ്പൊ ഞാൻ ഇറങ്ങണോ? ഇറക്കി വിടാൻ ഭാവിച്ചാണെങ്കിൽ എന്നെ ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം ഈ ശങ്കരക്കുറുപ്പിനില്ലാന്ന് ധരിച്ചൂല്ലേ? ഇത് പടക്കുറുപ്പിന്റെ പരമ്പരയാ. നമുക്ക് കാണാം. ഓ, കള്ളച്ചൂതിൽ ശകുനി എപ്പോഴും ജയിക്കുകയായിരുന്നല്ലോ. ഇതേ ഇങ്ങ അടുത്തേക്ക് വരിക, ഒന്ന് കാണട്ടെ. കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? ഇനി കണ്ടാലെന്ത്, കാണാതിരുന്നാലെന്ത്? ഓ, ശരിയാണ്.
പഴക്കം ചെല്ലും തോറും മുഷിച്ചിലേറും, അടുപ്പം കുറഞ്ഞു വരും. കൂടെ കഴിയുന്ന ഇഷ്ടമില്ലാതെ ആവും. തീർച്ചയായും. അനുവിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആ, എനിക്കത് അന്വേഷിക്കുന്ന ജോലിയല്ലായിരുന്നു. തെളിക്കുന്നതിലേ നടന്നില്ലെങ്കിൽ നടക്കുന്നതിലേ തെളിക്കുക. എവിടെ പോയി തുലഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. മരിച്ചാൽ അറിയില്ല. കഴിഞ്ഞ ദിവസം ചില സ്വകാര്യ സവാരികളെല്ലാം നടത്തിയതായി കേട്ടു. ആണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ എന്നുണ്ടോ? അയ്യോ, ഹേയ്, എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യമില്ല. ആസ്വദിക്കാൻ കിട്ടുന്ന ഏതവസരവും മുതലാക്കണമെന്ന പക്ഷക്കാരനാ ഞാൻ. പക്ഷേ മുറത്തി കയറി കൊത്തരുതേ. ഞാൻ ആരുടെ മുറത്തിലും കയറിയിട്ടില്ല. പിന്നെ നീ ആ രേഖയുടെ അടുത്ത് ചെന്നെന്തിനാ? മുറത്തിൽ കയറി കൊത്തരുതെന്ന് അവളോട് പറയാൻ. എന്നിട്ട് വല്ല ഉറപ്പ് ലഭിച്ചോ? നിനക്കറിയോ, പൊളിഞ്ഞു പാപ്പരായി നിലം പൊത്തിയപ്പോ പിടിച്ചു പൊക്കാൻ ആ സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കോ നിന്റെ കുടുംബക്കാർക്കോ തിരിഞ്ഞു നോക്കാൻ മനസ്സുണ്ടായില്ല. ഇന്ന് നീയും നിന്റെ മകനും അനുഭവിക്കുന്ന എല്ലാ സുഖത്തിനും ആ സ്ത്രീയാണ് ഉത്തരവാദി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ആ സ്ത്രീയെ പരിഹസിക്കാനോ എന്റെ സ്വാതന്ത്ര്യത്തെ പരീക്ഷിക്കാനോ വന്നേക്കരുത്. എന്തിനാ ഭീഷണി? എന്നെയും മകനെയും വേണ്ടെന്നുണ്ടെങ്കിൽ അതേ തുറന്നു പറയരുതോ? നിന്നെ വേണമെന്ന് നിർബന്ധമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത് നേടിയെടുക്കാൻ ഏത് പ്രതിബന്ധവും മുറിച്ചു മാറ്റാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു. നിനക്കോ നിന്റെ കുടുംബക്കാർക്കോ ഒരു തരിമ്പും പിടികൊടുക്കാതെ ഞാനത് സാധിച്ചു. ഇന്ന് എനിക്കൊരാവശ്യമേ അല്ല. എന്നെ തോൽപ്പിക്കാൻ നിനക്കാവുകയുമില്ല. ആർക്കും ആരെയും തോൽപ്പിക്കാനാവില്ല. 20-ലേറെ വർഷമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മൃഗീയമായ പീഡനങ്ങളായിരുന്നു ഈ കാലം അത്രയും. നേരത്തെ പറഞ്ഞില്ലേ, വേണമെന്ന് തോന്നിയാൽ ഏത് പ്രതിബന്ധവും മുറിച്ചു മാറ്റുമെന്ന്. പറയട്ടെ ബാക്കി. വിവാഹത്തെ എതിർത്ത അച്ഛനെ സങ്കടത്തിൽപ്പെടുത്തപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണോ ഞാൻ ധരിച്ചത്? അറിഞ്ഞു, വളരെ വളരെ വൈകി മാത്രം. അപ്പോ തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണല്ലേ? പക്ഷേ അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കുന്ന കൂട്ടത്തിലല്ല ഈ മേനോൻ. പോരടിച്ച് ജയിക്കാനുള്ള നിന്റെ സാമർഥ്യം എവിടെ വരെയെന്ന് നമുക്ക് നോക്കാം. അമ്മയോ, നീ എവിടെയായിരുന്നു? മാർക്കറ്റ് വരെ ഒന്ന് പോയി. പോകുമ്പോ അമ്മാവനെ ഇവിടെ ഇട്ടിട്ടാ പോയത്. എന്തേ? കുറുപ്പിയാട് ഇങ്ങേരുമായി സംസാരിച്ചിടം ഞാൻ ഇറങ്ങിപ്പോയത്. നാലകം ഒരു തർക്ക വിഷയമായും തോന്നുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഇനി കക്ഷി ചേർന്നാ മതിയാവും അല്ലേ? മടുത്തു അമ്മ. അത്രത്തോളം നിരൂപിച്ചില്ല. ഇനി അനുവിന്റെ തീരുമാനം കൂടി അറിയാനുള്ളൂ. അവനാണെങ്കിൽ ഇറങ്ങിപ്പോയേ പിന്നെ ഒരു വിവരവുമില്ല. കോളേജിലും ഹോസ്റ്റലിലും അവൻ എത്തിപ്പെടാൻ സാധ്യതയുള്ള സകലയിടങ്ങളിലും അന്വേഷിച്ചു. അവിടങ്ങളിലൊന്നും അവൻ ചെന്നിട്ടില്ല. അവനെക്കുറിച്ച് അന്വേഷിക്കാൻ അയാൾക്ക് മനസ്സില്ല. എങ്ങനെ ഒരു അച്ഛനുണ്ടാകുമോ? ചേച്ചി അനുവിനെ പറ്റി എന്താ ധരിച്ചിട്ടുള്ളത്? അവനും വളരുകയല്ലേ. അങ്ങേരുടെ ദുർനടപ്പൊക്കെ ഒന്നൊന്നായി അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്റെ മോന് വല്ലതും പറ്റിയാൽ ചേച്ചി ഭയപ്പെടാതിരിക്കൂ. അയാൾ നല്ല കുട്ടിയാണ്. അവൻ ഒരു അപകടത്തിലും പെടില്ല. ചേച്ചിയോട് അവനൊരു വിരോധമില്ല. അവന്റെ എതിർപ്പ് മുഴുവൻ മേനോൻ സാറിനോടാ, അയാളുടെ ചെയ്തികളോടാ. അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരമ്മയുടെ ദുഃഖം ആർക്കും മനസ്സിലാവില്ല. ആർക്കും എന്നതിൽ ഒരമ്മയാവാത്ത ഞാനും പെടുമല്ലോ. കഴിഞ്ഞ 10 വർഷമായി അവൻ എന്റെ കൂടെ മോനാണ്. ഞാനല്ല അവനെ പ്രസവിച്ചത്. ഏത് മുലപ്പാലല്ല അവൻ കുടിച്ചത്. പക്ഷേ ഒരമ്മയുടെ വാത്സല്യം നിങ്ങളിലുപരി അവൻ നുകരുന്നത് ഈ മുരടി ചെന്നിൽ നിന്നാണ്. അമ്മനെ അത്രത്തോളം ഞാൻ അറിഞ്ഞില്ല. ആരും ഒന്നും അറിയണില്ല. മരണത്തിൽ നിന്ന് ശൂന്യതയിലേക്കുള്ള യാത്രയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. ചേച്ചിക്കറിയോ, ആസൂത്രിതമാണ് അയാളുടെ ഇപ്പോഴത്തെ ചുവടുകൾ. അവനിങ്ങ് എത്തുന്നതിന് മുമ്പ് ഞാൻ പോയേക്കാം. വരട്ടെ ചേച്ചി. അമ്മേ. മോനെ, നീ വന്നു? അയ്യോ അമ്മേ, അതിന് ഞാൻ എങ്ങും പോയില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ പാപിയെ നീ ഉപേക്ഷിച്ചെന്ന് ഞാൻ കരുതി. എന്റെ അമ്മേ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? പിന്നെ നീ എന്തിനെ വിളിച്ചിരുന്നു? കാര്യമുണ്ടായിരുന്നമ്മേ. എനിക്കും അമ്മയ്ക്കും ജീവിക്കാൻ ആവശ്യമായ വരുമാനം ലഭിക്കുന്ന ഒരു ജോലി, അത് തരപ്പെടുത്തുകയായിരുന്നു ആദ്യ ലക്ഷ്യം. അത് സാധിച്ചു, ഒരു പത്രസ്ഥാപനത്തിൽ. പിന്നെ അത് കിട്ടാൻ സാഹിത്യകാരിയായ അമ്മയുടെ പേര് ഞാൻ ഉപയോഗിച്ചു കേട്ടോ.
ആ നമുക്കിന്നൊരു അതിഥിയുണ്ടമ്മേ. ഏ? ഞാൻ പറയാറില്ലായിരുന്നോ ഇടയ്ക്കെല്ലാം എന്നോടൊപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു വലിയ മനുഷ്യനെ പറ്റി? ആ ഗീതേ, രാമചന്ദ്രൻ. ഏ, ഞാൻ സ്വപ്നം കാണുകയാണോ? അല്ല, ഈ പകൽ പോലെ സത്യം. പണ്ട് ഞാൻ വെറും ഗീതയല്ല, മൈ നെയിം ഈസ് ഗീതാ രാമചന്ദ്രൻ എന്ന് കോളേജ് കോമ്പൗണ്ട് മുഴുവൻ ഓടി നടന്ന് പ്രഖ്യാപിച്ച ഗീതയുടെ ആ പഴയ രാമു. പ്രൊഫസർ രഘുവീരൻ നായരുടെ കൊലയാളി എന്ന് വിധിക്കപ്പെട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ദുഷ്ടൻ. അനു വളരെ തന്ത്രപരമായി തന്നെ എന്നെ വീണ്ടും പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര. പ്രഭാത പൂജ ചെയ്തും അടിച്ചു തളിച്ചും സന്ധ്യാദീപം തെളിച്ചും ഞാൻ പരിപാലിച്ചു വരുന്ന ഈ നാടകത്തിന്റെ ഉടമ രാമുവാണെന്നും. ക്ഷമിക്കൂ ഗീത, മടങ്ങിപ്പോകാനാണ് മനസ്സ് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം. ഞാനാണ് നിങ്ങളുടെ അച്ഛന്റെ കൊലപാതകമെന്ന് ഗീത ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. വളരെ വൈകിയാണെങ്കിലും യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ കണ്ടുപിടിച്ചു. ആരാണ് ദ്രോഹി? എന്റെ ഭർത്താവ് ഗോപിനാഥനേന്. ദൈവമേ, ഗീത, ഇത് സത്യമാണോ? ലഹരിയിൽ അമർന്ന് എന്നെ മർദ്ദിച്ചുകൊണ്ടിരുന്ന ഒരു രാത്രിയിൽ അയാൾ അത് വിളിച്ചു പറഞ്ഞു. നിന്റെ അച്ഛനെ കൊന്നതുപോലെ വേണ്ടതെല്ലാം നിങ്ങളെയും കൊല്ലാൻ ഞാൻ മടിക്കില്ലെന്ന്. കഷ്ടം. എന്തിനീ മനുഷ്യൻ എത്ര ക്രൂരനായി? എന്നെ അയാളുടെ സ്വന്തമാക്കാൻ അന്നൊരിക്കൽ കോളേജിൽ വെച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ മുറച്ചെറുക്കൻ ഒരു വിവാഹാലോചനയുമായി വന്നിട്ടുണ്ടെന്ന്. ഞാൻ ജീവിച്ചിരിക്കെ അതിനനുവദിക്കില്ലെന്ന് അച്ഛൻ വാശി പിടിച്ച കാര്യവും ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിന്റെ പിറ്റേന്നായിരുന്നുവല്ലോ കോളേജിന്റെയും നമ്മുടെയും ചരിത്രത്തിലെ കറുത്ത അധ്യായമായി തീർന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവും സാറിന്റെ മരണവും. ആ ആഘാതം എന്റെ സമനില തെറ്റിച്ചു. ചിത്തഭ്രമക്കാരിയായി തീർന്ന എന്നെ ശുശ്രൂഷിക്കാനുള്ള അവസരം മുറച്ചെറുക്കനായ ഗോപിനാഥ മേനോൻ നന്നായി ഉപയോഗിച്ചു. അനുവിന്റെ പ്രസവത്തോടെയാണ് എന്റെ ഓർമ്മശക്തിയും സ്ഥിരബുദ്ധിയും തിരിച്ചു കിട്ടിയത്. അതോടെ മറ്റൊരു സത്യം ഞാൻ അറിഞ്ഞു. നിയമപരമായി ഞാനും മേനോനും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. അന്ന് മുതൽ ഞാൻ സഹിക്കുന്ന വേദന. പറയൂ, ഞാനാണോ കുറ്റക്കാരി? എന്തു പറയാൻ? അഴിയന്തോറും കുരുക്കുകളേറുന്ന ഒരു ദുരന്ത കഥയിലെ കഥാപാത്രങ്ങളാണ് നാം. വെറും കഥാപാത്രങ്ങളല്ല, നായികാ നായകന്മാരാണ്. അമ്മേ, രാമുവേട്ട, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ നാടകം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ കളിക്കളത്തിലേക്ക് ആനയിക്കപ്പെട്ടവരെല്ലാം അനുവിന്റെ കരുനീക്കങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ തല്ലാനും കൊള്ളാനും നിനക്ക് തന്നെയാണ് അധികാരം. എങ്കിൽ കരയാനും കഥ എഴുതാനും മാത്രം ശീലിച്ച എന്റെ അമ്മയ്ക്ക് അല്പമെങ്കിലും സന്തോഷിക്കാനുള്ള അവസരം രാമേട്ടൻ കൊടുക്കില്ലേ? ഗോപിനാഥ മേനോന്റെ കള്ളക്കണക്ക് പുസ്തകത്തിൽ അമ്മ സുരക്ഷിതയാണോ? സഹപാഠിയെ സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് നല്ല പ്രായം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്ന ഈ മനുഷ്യനെ നാലകത്ത് നിന്ന് വീണ്ടും ഇറക്കിവിടാൻ ആ രേഖ ജോൺസൺ വന്നാൽ അമ്മ അനുവദിക്കുമോ? അമ്മ ചേച്ചി അനുവദിക്കുമോ? എന്നെ സംബന്ധിച്ച നിന്റെ നിഗമനങ്ങളിൽ പിശകുണ്ട് അനൂപ്. എങ്ങനെ? എനിക്ക് ബാധ്യതകളില്ല. ഇല്ലേ? ഇല്ലേ? ഇതാ നിൽക്കുന്നു എന്റെ അമ്മ. 10-20 വർഷങ്ങൾക്കപ്പുറം നിങ്ങൾ അണിയിച്ച വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്. ആ കഴുത്തിൽ ഇപ്പോ മറ്റൊരു താലിയുണ്ട്. അതൊരു കള്ളത്താലിയാണ്. വികാര ജീവിയായ ഒരുത്തിന് തന്റെ കാമവരെ മാറ്റാൻ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന കുരുക്കാണത്. എങ്കിൽ നീയും കള്ളനാണയമാണോ? അതെ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരച്ഛന്റെ സ്നേഹം നുകരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അനാഥൻ. ഹലോ, നിങ്ങളാരാ? ആര്? ഇൻസ്പെക്ടർ മീനാക്ഷിയോ? കൂടെ രേഖയുണ്ടെന്നോ? ഹലോ, എവിടുന്നാ വിളിക്കുന്നേ? ഹലോ. ഫോൺ കട്ടായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ അമ്മേ? മോനെ, നിന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. കൂടെ ആ രേഖ ജോൺസിനെയും. എവിടുന്നാ? ആരാ ഫോൺ ചെയ്തത്? ഇതൊന്നും അറിയില്ല. ആകെ ഒരു കൺഫ്യൂഷൻ. ഏതോ ഒരു ഇൻസ്പെക്ടർ മീനാക്ഷിയാണെന്നാണ് പറഞ്ഞത്. എനിക്കൊരു സംശയം. അതിവിടെ വേലയ്ക്ക് നിന്നിരുന്ന ആ മീനാക്ഷിയുടെ ശബ്ദമായിരുന്നല്ലോ. അതറിഞ്ഞുകൂടായിരുന്നു അമ്മയ്ക്ക്? ഇന്നലെ വരെ ഇവിടെ വെച്ചു വിളമ്പിയും വിഴുപ്പലക്കിയും നിന്ന മീനാക്ഷി ഒരു പോലീസ് ഓഫീസറാണമ്മേ. ദൈവമേ,
എങ്കിൽ അവരുടെ പിടിയിൽ നിന്നും പുറത്തു കിടക്കാൻ പ്രയാസമാണ്. അങ്ങാരുടെ എല്ലാ രഹസ്യങ്ങളും അവർ മനസ്സിലാക്കി കാണും. അതിന് അമ്മ എന്തിനു വിഷമിക്കണം? അമ്മയുടെ കൈവശം കള്ളപ്പണമില്ലല്ലോ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. എന്നാലും അദ്ദേഹം എന്റെ അച്ഛനല്ലേ മോനെ? അച്ഛൻ തെറ്റു ചെയ്തവൻ അച്ഛനാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. എന്തൊരു ദുർഗതി. ഏത് വിധിയും നമുക്ക് തിരുത്തി എഴുതണം. അമ്മേ, വേണ്ടേ? ശിക്ഷ. മാധവൻ കുന്നത്തറ എഴുതിയ നാടകം സമാപിക്കുന്നു. സംവിധാനം അശോക് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ശങ്കരക്കുറുപ്പ് കൊല്ലേരി ശിവരാമൻ, രാമചന്ദ്രൻ KT അഷ്റഫ്, അനൂപ് റോഷൻ ബിജ്ലി, ഗോപിനാഥ് മേനോൻ, N പ്രദീപൻ, മീനാക്ഷി ബിന്ദു പുതുപ്പണം, ഗീത PG ഇന്ദിര, അമ്മിണി AP ഹഫ്സത്ത്, രേഖ AM വനജ.